എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിൽ നോക്കുക, ഇതിൽ നമ്മൾ ഒരു നെക്ക് ഡിസൈനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 4 ഇഞ്ചും ഡെപ്ത്ത് എടുത്തിട്ടുള്ളത് 6 ഇഞ്ചുമാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു സ്കെയിൽ വെച്ച് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പാക്കി മാറ്റുക. ഓക്കെ, ആ ഷേപ്പാക്കി മാറ്റിയതിന് ശേഷം ഇതിൽ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഇതിൽ വരയ്ക്കണത്. അപ്പോൾ നോക്കുക, ഞാൻ വളരെ ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഒരു ഡിസൈനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഫ്രീ ഹാൻഡായിട്ടാണ് ഞാൻ വരയ്ക്കണത്. വരച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കർവ് ടൂൾ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാത്തതുള്ള പണി. നോക്കുക, ഉണ്ട് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കർവ് ടൂൾ ഇതുപോലെ വെച്ചിട്ട് ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലേ. ഇപ്പം നമുക്ക് കറക്റ്റ് ഇതിൻ്റെ ഷേപ്പ് കാണാം നിങ്ങൾക്ക്. ഇനി നമ്മൾ ഇതിന് എല്ലാ ഭാഗത്തേക്കും 3/4 ഇഞ്ച് വീതി കൊടുക്കുക. അപ്പോൾ ഈ 3/4 ഇഞ്ച് വീതി കൊടുക്കുന്നത് നമ്മൾ അകത്തുനിന്ന് തയ്ച്ചിട്ട് പുറത്തേക്ക് മടക്കുന്ന ഒരു നെക്കാണ്. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ഡിസൈൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൽ ചെയ്തിട്ടുള്ള പാറ്റേൺ. പോട്ട്ലി ബട്ടണൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ, അത്രയാണ് ഇത് ഉള്ളൂ. ഇതും ഞാൻ 2 ദിവസം മുന്നേ ചെയ്ത ഒരു പാറ്റേൺ പോലെ തന്നെ ഷിഫോൺ തുണിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇനി നമ്മൾ മോൾ ഭാഗം ബ്രിഡ്ജ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിൻ ചെയ്യാൻ മറക്കരുത്. ശേഷം കറക്റ്റായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് പേപ്പർ ക്യാൻവാസാണ്. അപ്പോൾ ഇനി ഈ നെക്ക് തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ഡിസൈനാണത്. അപ്പോൾ ഇത് നോക്കുക, ഞാൻ തുണിയിൽ ഒട്ടിച്ച് എടുത്ത് സൈഡ് എല്ലാം മടക്കി അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കുർത്തിയുടെ ഫ്രണ്ട് പീസിൽ നോക്കുക, ലൈനിങ്ങിൻ്റെ ബാക്കിൽ ആണ് ഞാനിത് വെച്ച് തയ്ച്ച് അപ്പുറത്തേക്ക് മടക്കുന്നത്. അപ്പോൾ നേരെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് പിൻ കുത്തിയതിന് ശേഷം നമ്മൾ ഇത് കറക്റ്റായിട്ട് വെച്ച് തയ്ക്കുക. അപ്പോൾ ഇത് ഒരുപാട് ബിഗിനേഴ്സ് ചോദിക്കാറുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈനുകൾ. അപ്പോൾ സിമ്പിളായിട്ട് ഏത് ബിഗിനേഴ്സിനും ചെയ്യാവുന്ന ഒരു നെക്ക് ഡിസൈനാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ ഇത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഉൾഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഇതിലൊരു 217 വീഡിയോളം ഉണ്ട്. ഈ വീഡിയോ അടക്കം 218 വീഡിയോ ഉണ്ട്. വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് എല്ലാതും. കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒക്കെ ഷെയർ ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് സൈഡിലേക്ക് മടക്കി നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്, സാധാരണ എല്ലാ നെക്കുകളും ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ പോയിൻറ്റുകൾ, ഈ മോനയായി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആക്കി എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലും ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഷിഫോണാണ് തുണി, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് തയ്ക്കുമ്പോൾ. അത് വളരെയധികം ശ്രദ്ധിച്ച് തയ്ക്കുക. ഇത് നോക്കുക, ഇതിൽ നമ്മൾ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്നത് എപ്പോഴും തുണി തന്നെ ഉള്ളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തെർമോക്കോൾ ബോൾ ഉപയോഗിക്കാറില്ല, കാരണം അത് അയൺ ചെയ്യുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ പതിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് പോട്ട്ലി ബട്ടൺ. പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേയും ഇട്ടിട്ടുണ്ട്, അത് മാത്രം ചെയ്യണത്. പക്ഷേ ഇതിൽ ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് കാണിക്കുകയാണ്. പിന്നെയും നിങ്ങൾക്ക് അറിയാവുന്നവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഒരുപാട് നമുക്ക് നെക്കിൽ ഇത് വെച്ച് ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാനും പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ നമ്മൾ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി. ഇനി നമ്മൾ ഇതിൽ പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്യാണ്. പക്ഷേ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഏറ്റവും ആദ്യം നെക്കിൻ്റെ ഉൾസൈഡ് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഈ എഡ്ജ് കൂടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഒരു ലൈൻ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കറക്റ്റായിട്ട് തയ്ച്ചെടുത്തതിന് ശേഷം ഇനി അടുത്ത ലൈനിലാണ് നമ്മൾ തയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ പോട്ട്ലി ബട്ടൺ ഇതിൽ കയറ്റി കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പോലെ പോട്ട്ലി ബട്ടൺ ആദ്യം തന്നെ വേറൊരു പീസിൽ വെച്ച് തയ്ക്കുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ പോട്ട്ലി ബട്ടൺ ഇതുപോലെ ഇടയിൽ കയറ്റി വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്യാപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് എത്ര പോട്ട്ലി ബട്ടൺ വയ്ക്കണം എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിലത്തെ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മളിതിൽ പോട്ട്ലി ബട്ടൺ ചെയ്യണുള്ളൂ, ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് പോട്ട്ലി ബട്ടൺ വയ്ക്കണമെങ്കിലും പോട്ട്ലി ബട്ടൺ വയ്ക്കാം, അതും കാണാൻ ഭംഗിയുണ്ടാവും. പക്ഷേ ഇതിൽ നമുക്ക് ഇത്രയാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് നമ്മൾ അത്ര മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ കറക്റ്റായിട്ട് തയ്ച്ചു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഈ കോർണർ എത്തുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ പോട്ട്ലി ബട്ടൺ വെച്ച് തുടങ്ങുന്നത്. അതിനുശേഷം ആ മാർക്ക് ചെയ്തിട്ടുള്ള ഓരോ 1/2 ഇഞ്ചിൻ്റെ മാർക്കിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ച് അറ്റാച്ച് ചെയ്യുക എന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പണിയാണ് ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരും ബിഗിനേഴ്സിനും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പോട്ട്ലി ബട്ടൺ വെച്ച് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സിംഗിൾ പ്രഷർ ഫുട്ട് തന്നെ ഇതിൽ ഇടണം, ആ കാര്യം നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് സിംഗിൾ പ്രഷർ ഫുട്ട് അവർക്ക് സിംഗിൾ മെഷീനിൽ പറ്റണില്ല എന്നുള്ളത്. അത് സിംഗിൾ പ്രഷർ ഫുട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്, അത് നിങ്ങൾ എല്ലാവരും കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സിംഗിൾ പ്രഷർ ഫുട്ടിൽ ചെറിയ ഒരു വ്യത്യാസപ്പെടുത്തിയിട്ട് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സിംഗിൾ പ്രഷർ ഫുട്ട് സിംഗിൾ മെഷീനിൽ ഉപയോഗിച്ച് നമുക്ക് പൈപ്പിങ്ങുള്ള ഭാഗവും അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ നെക്ക് പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ മുന്നേ പറഞ്ഞതാണ്, വീഡിയോകൾ 220ഓളം വീഡിയോ ഉണ്ട് ഇതിൽ ഓൾറെഡി. ദിവസം ഓരോ വീഡിയോ വെച്ച് ഇനി കയറിക്കൊണ്ടിരിക്കുന്നു ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളതെല്ലാം. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്ക് ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.